എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, എല്ലാവരും നിങ്ങൾ പ്രാർത്ഥന സമയം പരീക്ഷ കുഞ്ഞുങ്ങളൊക്കെ തിരിച്ച് ഈ പ്രാർത്ഥനാ പാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന്. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അഞ്ചര പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ബോർഡ് എക്സാമിൻ്റെ SSLCയുടെയും +2-ൻ്റെയും ഒക്കെ കുഞ്ഞുങ്ങളുണ്ടാകണം. അങ്ങനെ എങ്കിൽ നല്ലതായിരുന്നു. അപ്പം അച്ഛൻ പ്രാർത്ഥന അവർക്ക് ഏൽപ്പിക്കുകയും അപ്പം നിങ്ങൾ അവരുടെ നിരക്ക് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. വിശ്വാസപ്രമാണോ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി, പിതാവ് ഒക്കെ പ്രാർത്ഥിച്ചാലും മതി, അറിയാൻ പാടില്ലെങ്കിൽ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit. കർത്താവെ, നിന്റെ ആത്മാവിനാൽ അങ്ങയുടെ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്രദാർന്ന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമേ. ശിശു ജ്ഞാനത്തെയും പ്രായത്തെയും ദൈവത്തിനെയും മനുഷ്യൻ്റെയും പ്രീതിയെയും വളർന്നുവെന്ന് അങ്ങേക്ക് ചോദിക്കുന്ന പോലെ നിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന മക്കള് ജ്ഞാനത്തിൽ വളരാൻ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ. പഠിക്കാൻ ഉത്സാഹം അവർക്ക് നൽകണമേ. പഠിക്കുന്ന മനസ്സ് പതിഞ്ഞു നിൽക്കണമേ. മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന പരീക്ഷയെ പതിപ്പിക്കാൻ ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും കർത്താവിൻ്റെ ശബ്ദത്തിലേക്ക് ഒഴുകുകയും ചെയ്യട്ടെ. കർത്താവ് രോഗബാധിതരെ, മാനസിക അസ്വസ്ഥങ്ങളുള്ളവരെ, ഡിപ്രഷനായിട്ടുള്ള രോഗികൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തവരമേ തളിക്കപ്പെടട്ടെ. കുടുംബത്തിൽ സമാധാനം ഇല്ലാതിരിക്കുന്നവർ, കുടുംബത്തിൽ കന്നുകാലികൾക്കും വളർത്തുമൃഗങ്ങൾക്കും വളർത്തു ജന്തുക്കൾക്കും രോഗപീഠകളുള്ള കാരണം കുടുംബ വരുമാനം നഷ്ടപ്പെട്ടിരിക്കുന്നവരുടെ മേൽ, അവിടെ വീടിൻ്റെ 4 അതിരുകളിൽ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ, ഈശ്വരനാമത്തിൽ ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയുടെ ശക്തിയാൽ നിങ്ങളുടെ പീഡകളെ, ബാലപീഡകളെയും അതുപോലെ രോഗികളുടെയും അതുപോലെ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളുടെയും രോഗപീഠകളെ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്ഥിരമായി മുഴകളും പല്ലുവേദനയും വിട്ടുമാറാത്ത തലവേദനയും ഉറക്കക്കുറവുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ. കർത്താവ് ചെറിയ ചെറിയ കഴുത്തൊഴുക ചെയ്തുവിട്ടും കർത്താവ് പണ്ടത്തെ പോലെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഈശോയെ, കാലം മാറിയത്, അതുപോലെ തന്നെ ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ചേഞ്ച് ചെയ്തു, അത് ഒന്നും അറിയാത്ത പാവപ്പെട്ടവർ, അവരുടെ പഴയ ചെറിയ ചെറിയ വരുമാന മാർഗം കൊണ്ട് ജീവിച്ചു പോകുന്നവർ വല്ലാണ്ടൊക്കെ ചവിട്ടി തള്ളപ്പെടുന്നുണ്ട്. കർത്താവെ, അവരൊക്കെ അങ്ങ് മാത്രമേ ഉള്ളൂ. ആരും അവരെ സപ്പോർട്ട് ചെയ്യാനില്ല. അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ പോലും ആരുമില്ല. കർത്താവ്, അവരുടെ അങ്ങനെയുള്ള എല്ലാ മക്കളും നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോയി നിന്നിരുന്നെങ്കിൽ സമയത്ത് ഭക്ഷണമെങ്കിലും കിട്ടിയേനോന്ന് വിചാരിക്കുന്ന മക്കളുണ്ട്. കർത്താവ്, അവരെയും ഞാൻ ഈ സമയത്ത് അങ്ങയുടെ തിരുസഭ പ്രഭാതത്തിൽ കൊണ്ടുവരുന്നു. കർത്താവ്, ഈ പ്രാർത്ഥന അങ്ങ് ഏറ്റെടുത്തിട്ട് കർത്താവ്, പലതരത്തിലുള്ള വിഷമം 1 ദിവസത്തിന് 1-4 ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്ന പോലെ കർത്താവ്, എല്ലാത്തരം പീഡനങ്ങളിരിക്കുന്നവരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ കടലാസ് സംബന്ധമായ വിഷയങ്ങൾ, രേഖ, പ്രമാണം, പറ്റുചീട്ട്, ഉടമ്പടി, കരാറ്, അതിങ്ങനെ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റ് വൈസ് കർത്താവ് പത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതെല്ലാം കർത്താവ് നീ ഏറ്റെടുക്കാൻ പ്രാർത്ഥിക്കുന്നു. നീ തന്നെ കർത്താവ് അതെല്ലാം ഒപ്പ് കിട്ടാത്തവർക്ക് ഒപ്പ് കൊടുക്കാനും, ഭാഗവെടുപ്പ് നടക്കാതെ ഭാഗവെടുപ്പ് നടക്കാനും, കരാറിൽ ലംഘിക്കാൻ പോകുന്ന അവസ്ഥയിൽ വാടക തീരാൻ പോകുന്ന അവസ്ഥയിൽ കർത്താവ് അത് പുതുക്കി കിട്ടാനും, വിസ പുതുക്കി കിട്ടാനും, ഇങ്ങനെ പേപ്പർ വർക്കിലൂടെ നടക്കാൻ വേണ്ട വരുന്ന കാര്യങ്ങൾ കർത്താവ്, സർട്ടിഫിക്കറ്റ് വിത്തുകളുണ്ടായി പോയവരുണ്ട്. ഈശോയെ, സർട്ടിഫിക്കറ്റ് കൈ കിട്ടാത്തവരുണ്ട്. ഈശോയെ, അവിടെ സെൻഡായി പക്ഷെ കൈ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കാരുണ്യം ചൊരികെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ നിൻ്റെ വിഷയത്തിന് വേണ്ടി ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും
പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കാണുന്ന വചനഭാഗം ഈ ഉടമ്പടിയുടെ ഉൾക്കാഴ്ചകള്, അതായത് നമ്മൾക്ക് ദൈവവചനത്തിൻ്റെ വിവിധ മാനങ്ങള് നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ശരിക്കും ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ സ്വന്തമായൊരു ധ്യാനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ ചില സമയത്ത് കർത്താവിൻ്റെ വചനം സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി എടുക്കും. പബ്ലിക്കിനോട് ഇങ്ങനെ പറയാനല്ല, സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി. രണ്ടും രണ്ടാണല്ലോ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, സ്വകാര്യ ആവശ്യത്തിൽ ഒരു മനുഷ്യൻ്റെ സ്പിരിച്വലായിട്ടുള്ള വിശ്വാസം ഡെവലപ്പ് ചെയ്യാനോ വിശ്വാസം വിശ്ലേഷിക്കാനോ ഒക്കെ നമുക്ക് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി വചനം ഉപയോഗിക്കാം. ഇപ്പം എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞില്ല വചനമില്ല. അതെന്നെ ശരിക്കും സ്വകാര്യമായിട്ട് ഞാൻ പലപ്പോഴും ഞാനത് ധ്യാനത്തിന് ഉപയോഗിച്ചുള്ളതാണ്. ഉൽപ്പത്തി 17:1. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അപ്പം അതൊരു എന്താ സംഭവിച്ചില്ല, അതിനകത്ത് ഞാൻ പറഞ്ഞത് വചനത്തിൻ്റെ വിവിധ മാനങ്ങളില്ലേ, അതിനൊരു ഭാവി കാലങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവികാല സൂചകങ്ങൾ അതിൻ്റെ ഉണ്ടെന്നാണ് ഞാൻ സ്വകാര്യമായിട്ട് ധ്യാനിച്ചത്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കുറ്റമറ്റവനാകാനുള്ള സാധ്യതയുണ്ട് പുള്ളിയെ. എബ്രഹാം കുറ്റം എബ്രഹാത്തിന് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എബ്രഹാം ചെയ്ത കുറ്റം എന്താണ് ശരിക്കും പറഞ്ഞത്? ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, ഈ എബ്രഹാത്തിന് കർത്താവ് പറഞ്ഞ വാഗ്ദാനമില്ലേ, ഇപ്പം കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉള്ള ഗുണം കാലവിളംബം വരുത്തുക ഇല്ലെന്നല്ലേ കർത്താവിൻ്റെ വെളിപാടിലുള്ളത്. അപ്പോൾ ഒരു ലാഗ് ചെയ്യണത്, അതായത് ആവശ്യമില്ലാതെ വിഷയം നീണ്ടുപോണത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതല്ല. അതായത് ലുക്ക 18:7 വചനമുണ്ട്, അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അപ്പം കാലവിളംബം വരുത്തുക. അപ്പം ഈ എബ്രഹാത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ടവനാണ്. 18:7 ലൂക്കായിൽ പറയുന്നതിൽ തൻ്റെ പ്രിയപ്പെട്ടവർക്കെന്നുണ്ട്. അപ്പം എബ്രഹാം തിരഞ്ഞെടുക്കപ്പെട്ടവനാണല്ലോ. പിന്നെ എന്താ, രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ആളാണ്. രാവും പകലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കുഞ്ഞില്ലാത്ത ഒരു വിഷയമല്ലേ ദൈവം. അപ്പം അത് രാവും പകലും ആ വിഷയത്തിന് പ്രാർത്ഥനയ്ക്ക് ഉള്ള വിഷയമാണത്. പക്ഷേ നമ്മൾ ഒരു മനുഷ്യൻ്റെ ആയുസ് വെച്ച് കണക്കാക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ലാഗ് ചെയ്ത് പോണത് കാണാം. അതിന് കാരണം ചിലപ്പോൾ സമയത്ത് ഈ ഹാഗറിൻ്റെ വർത്തമാനം ചിലപ്പോൾ എബ്രഹാം കേട്ടതായിരിക്കും. ഹാഗറിൻ്റെ വർത്തമാനം വെച്ച് കഴിഞ്ഞാൽ ലോത്ത് ഇവരുടെ കൂടെ ഉണ്ടല്ലോ, ഇവരുടെ റിലേറ്റീവ് ആണല്ലോ ലോത്ത്. ഇവർ ഡിയാസ്പൊറയിൽ അന്യദേശത്ത് താമസിക്കുന്നവരാണ്. അപ്പോൾ ലോത്താണ് കൂടെയുള്ളത്. പക്ഷെ ലോത്തിൻ്റെ സ്വഭാവം അത്ര ഒരു വെടിപ്പല്ല.
ഒക്കെ ബൈബിളിലെ ലോകത്തിൻ്റെ സ്വഭാവത്തിൻ്റെ രീതിയിലൊക്കെ അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ എബ്രഹാം എങ്ങാനും മരിച്ചു പോവുകയാണെങ്കിൽ ഈ സാറായന് വേണമെങ്കിൽ ലോകത്ത് വിഷം കൊടുത്ത് വീന്നുകളെ. ആ ടൈപ്പ് അങ്ങനെ ചിന്തിക്കുന്ന തെറ്റൊന്നുമില്ല. കാര്യം അയാൾ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ബൈബിളിൽ കാണുന്നത് സാധാരണ മനുഷ്യൻ ചെയ്യാത്തതാണ്. അപ്പോൾ നമുക്ക് ലോകത്തിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം. കാര്യം ഒന്നാമത്തിൽ അട്ടിപ്പിടി, അക്രമം, കൊലപാതകത്തിനൊക്കെ പേരുകെട്ട ഗുണ്ടകൾ ലോകത്തിൻ്റെ കൂടെ ഉള്ളതാണ്. അവർ എബ്രഹാത്തിൻ്റെ ആൾക്കാരുമായിട്ട് പോലും അടിയുണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് ലോകത്തിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അത്ര ഒരു സുഖമുള്ള അന്തരീക്ഷമല്ല കുടുംബത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറായ്ക്ക് പ്രതിരോധം വന്നു. സാധാ പറഞ്ഞു എങ്ങനെയെങ്കിലും 10 പിള്ളേരുണ്ടായത് നല്ലത്, അങ്ങനെയെങ്കിൽ ഹാഗറിനെ പ്രാപിക്കാൻ പറഞ്ഞു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവതിരുസന്നിധിയിലുള്ളതല്ല. എബ്രാഹാം അത് കേട്ട് അപ്പോൾ എന്താ, എബ്രാഹാം ആരുടെ മുമ്പിലായി? സാറയുടെ മുമ്പിലായി. ദൈവം എന്താ പറഞ്ഞിരിക്കണത്? എൻ്റെ മുമ്പാകെ നിൽക്കുക, കുറ്റകുറ്റനായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ, നമുക്കുണ്ടാകുന്നൊരു ഒരു പ്രശ്നം ഈ വചനം എന്ന് പറയുമ്പോൾ, വചനം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അത് അതിനെക്കുറിച്ച് ധ്യാനിക്കും. വചനം ആശിച്ച് അത് അതിനകത്തെല്ലാം വാഗ്ദാനങ്ങളുള്ളത് കൊണ്ട് ആ വിഷയത്തിന് കാലവിളംബമില്ലാതെ ദൈവം നിറവേറ്റും. പക്ഷെ നമ്മൾ വചനത്തെ ഡിബേറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തെയും മനുഷ്യൻ്റെ വചനത്തെയും ഒക്കെ ഒരു പ്രാധാന്യം കൊടുക്കും. ഇപ്പം സാറയുടെ വചനമല്ലേ എബ്രഹാം ആദ്യം കേട്ടത്. അങ്ങനെയല്ലേ ഹാഗറിനെ പ്രാപിക്കാനും ഇസ്മായിൽ ജനിക്കാനും ഒക്കെ കാര്യമുണ്ടായത്. ഇപ്പം സാറയുടെ വചനം മനുഷ്യൻ്റെ വചനമാണ് ശരിക്കും പറഞ്ഞത്, അത് ദൈവത്തിൻ്റെ വചനം അല്ല. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലല്ല അയാൾ നിന്നത്, സാറയുടെ മുമ്പിലും ആ വചനം കേൾക്കും. ആളുടെ വചനം കേൾക്കുന്നു, അയാളുടെ മുമ്പിലല്ല നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ദൈവവചനത്തെക്കാൾ മനുഷ്യവചനത്തിന് പ്രാധാന്യം കൊടുത്താൽ ദൈവവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ കാലവിളംബം എടുക്കും. കാലവിളംബം പ്രഖ്യാപിതമായിട്ട് ദൈവത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമല്ല. അത് അതിന് 18:7 പറയേണ്ടത് അങ്ങനെ ഇല്ല, കാലവിളംബം നടത്തത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ കാലവിളംബം ഉണ്ടാക്കണതാ, അനുഗ്രഹം താമസിപ്പിക്കുന്നത് നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണെന്ന ചുരുക്കം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് ധ്യാനിച്ചിട്ട് പരമാവധി ദൈവതിരുസന്നിധി ഉടമ്പടിയിലൊക്കെ നിൽക്കുന്നവരും ദൈവതിരുസന്നിധി നിൽക്കുന്നവർ, ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി നിൽക്കുന്നവർ, പിന്നെ ദൈവവചനങ്ങളിൽ തന്നെ സത്യച്ചും വിശുദ്ധ ജീവിതം നയിച്ചും കുറ്റമറ്റവരായിട്ട് പോകാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി ജീവിക്കണം. ഉടമ്പടി എന്തിനുള്ളതാണ്? ഉടമ്പടി പ്രാർത്ഥിക്കാനുള്ളതല്ല. പിന്നെന്താണ്? ഉടമ്പടി ജീവിക്കാനുള്ളതാണ്. ഈ ദിവസങ്ങളിലെ ഒരു നല്ലൊരു സാക്ഷ്യം ഉണ്ടായി. അത് അവരുടെ സാക്ഷ്യം എന്ന് പറയുന്നത് സുമറാണി ഇവിടെ താമസിക്കുകയാണ്. എവിടെയാ? ഹാമിൽട്ടണിലെ. നമ്മുടെ നാട്ടുകാരത്തെയാണ്, നടുവേട്ടത്തുള്ളതാണ്, എറണാകുളം. സുമറായുടെ പ്രശ്നം എന്താ? സുമറായിക്ക് 7 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ കാനഡയിൽ നല്ല ചികിത്സയുള്ള സ്ഥലത്തുള്ളതാണ്. ഇവർ നേഴ്സാണ്. ഇവരുടെ പ്രശ്നമെന്ന് പറയണത്, ഇവർ സീനിയർ നേഴ്സായത് കാരണം ഇവൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. മക്കളില്ലാത്തതിൻ്റെ ഒത്തിരി കാരണങ്ങളുണ്ടാകാം, എങ്കിലും ഇവൾക്ക് വിശ്വാസമുള്ള ആളാണ്. പക്ഷേ സയൻസിലുള്ള വിശ്വാസം തൽക്കാലം നിർത്തി. കാര്യം കാരണങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകരുതെന്ന് മനസ്സിലായി. അതാണ് വിഷയം. സുമറാണിയുടെ സാക്ഷ്യം നോക്കിയാൽ മതി. കാര്യങ്ങൾ അവർ നേഴ്സാണ്, അവർക്കൊക്കെ കാര്യങ്ങൾ അറിയാം. കാരണങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ 7 കൊല്ലത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ മക്കൾ ഇനി സ്വാഭാവികമായിട്ട് ഉണ്ടാകത്തില്ലെന്ന് മനസ്സിലായപ്പോൾ എന്താ ചെയ്യണത്? അവർ ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിച്ചു. അവസാനിപ്പിച്ചെങ്കിലും ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടി ഭാഷയിൽ മെരിറ്റാണ്, സയൻസ് അല്ലേ. സയൻസ് ഉടമ്പടി ഭാഷയിൽ എന്താണ്? മെരിറ്റെന്ന് പറയും. പക്ഷേ മെരിറ്റ് ശാസ്ത്രീയമായിട്ട് ഇനി കുട്ടികളെ കിട്ടാൻ സാധ്യതയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സാധ്യതയില്ല എന്നല്ല എൻ്റെ അർത്ഥം. അതിനർത്ഥം ഓപ്ഷൻ വെക്കുന്ന ഉടമ്പടിയാണ്. എന്താണ്? മെരിറ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, സയൻസ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എഫേസ്യൻസ് 2:8 വർക്കൗട്ട് ചെയ്യും. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ ഇനി ഗ്രേസിൻ്റെ വഴിയാണ്. ഗ്രേസ് ടാപ്പ് ചെയ്യാൻ ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു മാർഗം എന്താണ്? ഉടമ്പടിയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 7:24 7:24 എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച്
ആ ഉടമ്പടി ജീവിക്കാനുള്ളതാണ്. ഉടമ്പടി എന്തിനുള്ളതാണ്? ഉടമ്പടി പ്രാർത്ഥിക്കാനുള്ളതല്ല. ഉടമ്പടി പ്രാർത്ഥിക്കാൻ മാത്രമുള്ളതല്ല. പക്ഷെ ഉടമ്പടിയിൽ പ്രാർത്ഥനയെല്ലാം വരുന്നുണ്ട്. ഉടമ്പടി പ്രയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. എന്നാൽ ഉടമ്പടി പ്രയോഗങ്ങളെല്ലാം വരുന്നുണ്ട്. ഉടമ്പടി പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. എന്നാൽ ഉടമ്പടി പ്രഖ്യാപനങ്ങളെല്ലാം വരുന്നുണ്ട്. ഉടമ്പടി ഈ പ്രാർത്ഥനയും ഈ പ്രഖ്യാപനവും ഈ പ്രയോഗവും എല്ലാം ചേർന്നിട്ടുള്ള ഉടമ്പടി ജീവിതം തന്നെ. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായിത്തീർന്നിടും. ഈ മത്തായി ശ്ലീഹ 7:24 നമ്മളോട് പറയണത് എന്താണ്? ഉടമ്പടി ജീവിക്കാനുള്ളതാണെന്ന്. പിടിയിട്ടില്ലേ? പക്ഷെ ഇത് ഡയറക്റ്റായിട്ട് സുമറാണിക്ക് അറിയത്തില്ലെങ്കിലും സുമറാമിയിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ അവളിത് വെളിപ്പെടുത്തണുണ്ട്. ഹാമിൽട്ടണിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ആദ്യം ചെയ്യണത് എന്താണ്? ഭർത്താവും ഭാര്യയും കൂടി 7 വർഷമായിട്ട് മക്കളില്ലല്ലോ, ഭർത്താവ് കിട്ടാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ ഇതിനുള്ള സാധ്യതയെന്ന് പറയണത് അവൾക്കറിയാം, ഇത് ഉടമ്പടി എടുത്താലും ശാസ്ത്രീയമായിട്ട് നടക്കാത്ത കാര്യങ്ങൾക്ക് നീക്കുപോക്ക് ഉണ്ടാകാൻ ചിലപ്പോൾ പാടായിരിക്കും എന്ന് അവൾ മുൻകൂട്ടി അറിയുന്നുണ്ട് മനസ്സിൽ. എന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടി ഒരു തീരുമാനം എടുക്കും. എന്താണ്? നമ്മൾക്ക് ഉടമ്പടി എടുക്കാം. പക്ഷേ എന്താണ്? ഉടമ്പടിയിലൊന്നും അമ്മ കുഞ്ഞിനെ തന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഉടമ്പടിയിൽ നമ്മൾ അതിൻ്റെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യത്തില്ലെന്ന് ദൈവത്തോട് പറയാം. അവർ തമ്മിലൊരു ധാരണ എത്തിക്കണം. കാര്യം ഉടമ്പടി എടുത്താലും നടക്കാൻ സാധ്യതയില്ലെന്നുള്ളത് അവരുടെ ശാസ്ത്രീയ ബോധം അവളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങിയപ്പോൾ ഭർത്താവും ഭാര്യയും കൂടി ഒരു എഗ്രിമെൻ്റിൽ എത്തുകയാണ്. ഉടമ്പടി എടുത്താലും നടന്നില്ലെങ്കിലും അതിൻ്റെ പേരിൽ ഉടമ്പടിയെയോ ദൈവത്തെയോ നമുക്ക് കുറ്റം പറയണ്ട. മനസ്സിലായില്ലേ? ഒരു ധാരണ, ഒരു കോംപ്രമൈസിങ് ആണത്. അവളുടെ വിശ്വാസം കൊണ്ടെടുക്കണ കോംപ്രമൈസാണ്. എന്നിട്ട് പറഞ്ഞത് എന്താണ്? നമുക്ക് ഉടമ്പടി കുഞ്ഞിനെ തന്നാലും ഇല്ലെങ്കിലും ഉടമ്പടി നമുക്ക് ജീവിക്കാം. എന്ത് രസമാണ് കേൾക്കാൻ. ആൾക്കാരൊക്കെ ഇങ്ങനെ ഉടമ്പടിയുടെ പുതിയ വേർഷൻസ് സാക്ഷ്യജീവിതം കാണുമ്പോഴേ ദൈവം ഇങ്ങനെ ഇറങ്ങി നിന്ന് ദൈവം ഇങ്ങനെ പണ്ട് ബൈബിളിൽ ഇറക്കി കൊടുത്ത പോലെ ഉടമ്പടി ഇറക്കി തന്നതിൻ്റെ സത്യമായ ഒരു വചനാനുഭവമാണ്. കാര്യം സുമറാണി എന്താ പറയണത് ഭർത്താവിനോട്? അവർ തമ്മിൽ നല്ല കൂട്ടാണ്. പക്ഷേ അവരെന്താ പറയണത്? ഉടമ്പടി നമുക്ക് മക്കളെ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ജീവിക്കാമെന്ന പറയണത്. ഉടമ്പടി എന്തിനുള്ളതാണ്? എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടിയുള്ളതല്ല. ഉടമ്പടി ജീവിക്കാനുള്ളതാണ്, ദൈവവുമായിട്ട് ജീവിക്കാനുള്ളതാണ്. കൈയടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം. കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ. ഇപ്പോൾ ഉടമ്പടി ജീവിക്കാനുള്ളതാണെന്നുള്ള ആന്തരികമായ ബോധ്യത്തിലാണ് സുമറാണിയും ഹസ്ബൻഡും കൂടി ഉടമ്പടി എടുക്കുന്നത്. പക്ഷെ അങ്ങനെ ഉടമ്പടി എടുത്ത് അവർ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇത് സത്യമായ വിഷയമാണ് ചെയ്യാൻ പോണമെന്ന്. അതാണ് സത്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ശാസ്ത്രത്തെക്കാൾ വലുതല്ലേ ദൈവം. അതാ വിഷയം. അവർക്ക് ദൈവത്തെ ശാസ്ത്രീയമായിട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ ദൈവത്തെ പഴിചാരരുന്നുള്ള മുൻ ജാമ്യമെടുത്താണ് അവർ ഉടമ്പടി എടുക്കുന്നത്. ജാമ്യം എടുക്കണേ. അതിൻ്റെ പേരിൽ ഞങ്ങൾ ദൈവത്തെ കുറ്റം പറയത്തില്ല. ഞങ്ങൾ ഉടമ്പടി എടുക്കേണ്ട ഉദ്ദേശം എന്താണ്? ഉടമ്പടിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഉടമ്പടിയിൽ അവർ ജീവിക്കുകയാണ്. അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ഉടമ്പടിയുടെ എല്ലാ വാഗ്ദാനങ്ങളും
എല്ലാ നിബന്ധനകളും നിറവേറ്റിക്കൊണ്ട് അവർ ഉടമ്പടി ജീവിക്കാൻ. പക്ഷെ 1 മാസം മറ്റോ ജീവിച്ചുള്ളൂ, അപ്പം തന്നെ അവൾ പ്രഗ്നൻ്റായി. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞാൽ അതായത് കോർണിവ എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അതായത് ഫലോപ്പിൻ ട്യൂബിൻ്റെയും ഗർഭനാളിയുടെയും അതുപോലെ ഗർഭപാത്രത്തിൻ്റെയും വക്കിൽ ആണ് ഇത്. ഇപ്പം നമുക്കൊരു കെറ്റിലുണ്ടെങ്കിൽ കെറ്റിലിനൊരു നാളമില്ലേ, കെറ്റിൻ്റെ അകത്തുമല്ല എന്നാൽ ആ കുഴലുമല്ല, ഇതിൻ്റെ ജംഗ്ഷനിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് നമ്മൾ വേര് പിടിച്ചു പോയി ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് റപ്ചറാകും, പൊട്ടും, ബ്ലഡാകും, ആളിയാകും, പെട്ടെന്ന് പിന്നെ മരണമൊക്കെ. അപ്പോൾ ഇങ്ങനെ വലിയ ഒരു ദശാസന്ധി ചെന്ന് ചാടിയിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് എടുത്ത് കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ എടുത്ത് കളയാമെന്ന് പറയുമ്പോഴും ഇവൾ പറയുന്ന സംഭവമുണ്ട്, ഇത് അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ട് തന്ന കുഞ്ഞാണ്. ഉടമ്പടിയിൽ കിട്ടണതെല്ലാം ഉടമ്പടി എന്നൊരു സംവിധാനം എന്നതിനേക്കാൾ ഉപരി പ്രത്യക്ഷീകരണം. അവൾ എന്തൊരു ജ്ഞാനമാണ് അവർക്ക്. അമ്മ ഇവർ ഡോക്ടർ എടുത്തു കളയാമെന്ന് പറയുമ്പോഴേ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞ എന്താ, ഇത് ഉടമ്പടി വഴി കിട്ടിയതല്ലേ. ഉടമ്പടി വഴി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഉടമ്പടി കിട്ടിയത്. അപ്പോൾ ഈ കുഞ്ഞ് ഉടമ്പടി വഴി കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ കുഞ്ഞ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഇങ്ങനെ കോർണിവായി കുഞ്ഞിങ്ങനെ ഉരുവായിരിക്കണത്. അപ്പോൾ ഇത് എടുത്തു കളയാമെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞാൽ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമാകണത് എങ്ങനെയാണ്? അപ്പോൾ ദൈവത്തിന് ഇതിൻ്റെ അകത്ത് പദ്ധതിയുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ പ്രാർത്ഥന തന്നെ കണ്ടില്ലേ. ഇവിടുന്നാണ് ഉടമ്പടിയിൽ ഉണ്ടാകുന്ന പ്രാർത്ഥനയെന്ന് പറയണത്. ഉടമ്പടിയിൽ അച്ഛൻ എന്താ പറഞ്ഞത്? പ്രാർത്ഥനയുണ്ട്, പിന്നെ എന്താണ്? പ്രഖ്യാപനമുണ്ട്, പിന്നെ എന്താണ്? പ്രയോഗമുണ്ട്. അപ്പം പ്രാർത്ഥന വന്നിട്ട് ഇവരെന്നാ ചെയ്യുമെന്നറിയാമോ? ഒരാഴ്ച പ്രാർത്ഥിക്കും. കൊച്ചിനെ എടുത്ത് കളയാം, അതിനുവേണ്ടി ഓപ്പറേഷൻ നിശ്ചയിച്ച് കഴിയുമ്പോൾ ഓപ്പറേഷൻ ഇവിടെ ഒപ്പിട്ട് കൊടുക്കാതെ ഇവരെന്ത് ചെയ്യും? ഉടമ്പടിയിലെ 33% എന്താണ്? പ്രാർത്ഥനയല്ലേ. ആ പ്രാർത്ഥനയിലേക്ക് ഇവർ പോകും. പ്രാർത്ഥനയെ പ്രവേശിച്ച് അതായത് ഒരാഴ്ച കഴിയുമ്പോൾ ഇവരെന്താ പ്രാർത്ഥിക്കണത്? ഇവർ പ്രാർത്ഥിക്കുന്നത് ഡോക്ടറിനെ സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കണത്, ഇവരെ സമർപ്പിച്ചല്ല. ഇവർക്ക് പ്രശ്നങ്ങളില്ലെന്നാണ് പറയണത്. ഇവർ പറയുന്നത് ഡോക്ടറിനാണ് പ്രശ്നം. ആ പ്രശ്നം അവർ ഡിക്റ്റേറ്റ് ചെയ്യണ കണ്ടില്ലേ, ആ ഡിക്റ്റേഷൻ ഭയങ്കരമാണ്. ഞങ്ങൾ ഡോക്ടറിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. പ്രശ്നം ആർക്കാണ്? പ്രശ്നം ഇവർക്കാണ്. ഇവരുടെ ഗർഭപാത്രത്തിലല്ലേ ഗർഭനാളിയുടെ കുഞ്ഞ് ജനിച്ചിരിക്കണത്, സൈക്കോട്ട് രൂപപ്പെട്ടിരിക്കണത്. പക്ഷേ ഇവർ പ്രാർത്ഥിക്കുന്നത് ആരും ഗർഭനാളി സമർപ്പിച്ചല്ല പ്രാർത്ഥിക്കുന്നത്, അവരെ പ്രാർത്ഥിക്കുന്നത്. അത് പരിശുദ്ധാത്മാ വിവേചനം കൊടുക്കും. കാര്യം നിങ്ങളുടെ ഉള്ള പ്രശ്നം ഓപ്പറേഷൻ നിശ്ചയിച്ച ഡോക്ടറിനാണ് പ്രശ്നം, അതാ വിഷയം. ഈ പരിശുദ്ധാത്മാവ് മിനിമം കീപ് ദ ഹോളി സ്പിരിറ്റ് എന്ന് ഞാൻ എപ്പോഴും പറയത്തില്ലേ. അതായത് പരിശുദ്ധാത്മാവാണ് വിവേചനം നടത്തേണ്ടത്. പരിശുദ്ധാത്മാവ് ഇവർക്ക് ഉള്ളത് കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞു നിങ്ങളുടെ ഗർഭപാത്രമല്ല സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്, മരുന്നുമല്ല പറഞ്ഞത്. ഓപ്പറേഷന് വേണ്ടി പറഞ്ഞ് ഡോക്ടറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഇവർ ഡോക്ടറിനെ സമർപ്പിച്ച് രാത്രി ആരാധന നടത്തി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്യില്ലേ. ഒരാഴ്ച മുഴുവൻ ഡോക്ടറിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടറിൻ്റെ അകത്തൊരു മാറ്റം ഉണ്ടായി. ഡോക്ടറിൻ്റെ അതാണ് പ്രാർത്ഥനയുടെ സംഭവം. ഡോക്ടർ ഇതിൻ്റെ സ്പെസിമെൻ എടുത്തിട്ട് സ്കാനിങ് റിപ്പോർട്ട് എടുത്തിട്ട് കാനഡയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് അയച്ചു കൊടുക്കും. ഡോക്ടറിൻ്റെ സീനിയർ ഡോക്ടറിനെ അയച്ചു കൊടുക്കും. ഗൈനക്കോളജി വിഭാഗം കൈകാര്യം ചെയ്യുന്ന എക്സ്പെർട്ടാണ്. അപ്പോൾ അതാണ് ഡോക്ടറിനുണ്ടായ മാറ്റം. അവർ സ്കാനിങ് റിപ്പോർട്ട് രണ്ടാമത് ഈ സ്കാനിങ് റിപ്പോർട്ട്. അപ്പോൾ ഇവള് സുമറാണി പറയവേ, ഞാനൊരു സാധാരണ നേഴ്സാണ്, എനിക്ക് ഇത്രയും സ്പെഷ്യൽ കെയറും വേറെ ഇൻ്റർനാഷണൽ ലെവലിൽ വേറെ രാജ്യങ്ങളിൽ എന്നെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിലും ഇതെല്ലാം ഫ്രീ ആയിട്ട് ഇവർ ചെയ്യാൻ ആശുപത്രിക്കാർക്ക് ഇതൊരു പുതിയ കേസാണ്.
അതിൻ്റെ കേസ് എന്താണെന്ന് അവർക്ക് പഠിക്കുകയും ചെയ്യണം, കേസ് സ്റ്റഡിയും വേണം. അതുകൊണ്ട് അവരുടെ റിസ്കിലും അവരുടെ എക്സ്പെൻഡിച്ചറിലും അവർ ഇത് ഉപരിപഠനത്തിനായിട്ട് ഈ സ്കാനിങ് റിപ്പോർട്ട് അയക്കും. ഡോക്ടറിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന വിഷയങ്ങളാണത്. അവിടെ ഓസ്ട്രേലിയ ഡോക്ടർ ഇത് പെട്ടെന്ന് പഠിച്ചിട്ട് പറയും ഇത് കുഴപ്പമില്ല, സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഇത് താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ സീനിയർ ഡോക്ടറിന് നിർബന്ധമായി, അപ്പോൾ ഓപ്പറേഷൻ ഒഴിവായി. നോക്കിയേ, കൈയടിച്ച് ശ്രുതിക്കട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. അതായത് നമ്മളുടെ ഈ ഉടമ്പടി ഉറപ്പിക്കലെന്ന സംഭവത്തിൽ ചില സമയത്ത് ഇതുപോലെയുള്ള ഒരു ആട്ടം കാണും. ഒരാട്ടം കണ്ട ഇപ്പം നിങ്ങളെ വചനം എന്താ പറയണത്? വിളിയും തിരിഞ്ഞ് ഒന്ന് ഇപ്പം എടുത്ത് 2 പത്രോസിൻ്റെ 1:10 എടുത്ത് 2 പത്രോസ് 1:10 2 പത്രോസ് 1:10 ആകയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അപ്പൊ ഇതിന്റെ 2 സെക്ഷനാണ് വരണം. ഒന്നെന്താണ്? 2 പത്രോസ് 1:10 വചനത്തിൽ എന്താ ഉള്ളത്? നിങ്ങളുടെ വിളിയും പിന്നെന്താ? തിരഞ്ഞെടുപ്പും. എന്തൊക്കെ ഉറപ്പിക്കാതെ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് വിളിയും തിരഞ്ഞെടുപ്പും. വിളി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതെല്ലാം ബൈബിളിലുള്ള വിശ്വാസം ഇല്ലാതെ മുന്നോട്ട് പോകത്തില്ല. അവൻ പറയണ പോലെ ചെയ്യണതാണല്ലോ. ഞങ്ങളിപ്പോൾ ആരെയും ന്യായസ്ഥാനപ്പെടുത്തുന്നില്ലെന്നുണ്ടെങ്കിലും ഈ ഉടമ്പടി എടുക്കുന്നവർ പാലിക്കണത് ആരെയാണ്? വിശുദ്ധ വചനമേ പാലിച്ചിട്ട് അത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതാണ് വിശ്വാസം. ബൈബിളിലുള്ള വിശ്വാസമില്ലാതെ ഇതാണ് ബേസ്മെൻ്റ്. ഇതിൻ്റെ എന്താണ്? വിളിയാണ്. വിളി എന്താണ്? ബൈബിളിലുള്ള വിശ്വാസത്തിലേക്കാണ് വിളി. ആരെ വന്ന് ഉടമ്പടി എടുത്താലും ഇതിൻ്റെ വിളി എങ്ങോട്ടാണ്? ബൈബിളിലുള്ള ബൈബിളിലുള്ള ദൈവത്തിലേക്കാണ് നിങ്ങൾ വിശ്വസിക്കണത്. ഉറപ്പല്ലേ? തിരഞ്ഞെടുപ്പ് എന്താ? ബൈബിളിലുള്ള ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കണത് എന്തിനാണ്? ഉടമ്പടി പ്രയോഗത്തെയാണ്. പിടിയാ, അതാണ് സംഭവം. ബൈബിളിൽ നമുക്ക് എങ്ങനെ പ്രവേശിക്കാം. പക്ഷേ നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് ഏറ്റവും ഉത്തമമായ മാതൃക എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുകയാണ്. വചനത്തെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, വചനം വിശ്വസിക്കുക മാത്രമല്ല അത് ജീവിച്ചുകൊണ്ട് അങ്ങയുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ ആഴങ്ങൾ ആവിഷ്കരിക്കുന്ന ഉടമ്പടിയിലേക്ക് ഞങ്ങളെ ഉറപ്പിക്കണമേ. ഞങ്ങളെ വീണ്ടും വീണ്ടും രാജ്യത്തിലേക്ക് ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടി, ബുദ്ധിയാൽ തുറന്നു ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടി, ബുദ്ധിയാൽ തുറന്നു ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കുപറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്നു ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ഉറപ്പിക്കലിനായിട്ടുള്ള സമയത്ത് ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും. ഈ ചാഞ്ചാട്ടമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സുമറാണിയുടെ ലൈഫിൽ എന്താണ്? കൊച്ചിനെ കിട്ടി, പക്ഷേ അത് കോർണിവായിലായിപ്പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ത് ചെയ്യണം? അതിനെടുത്ത് കളയണമെന്ന് പറഞ്ഞ്. ഇവളത് എടുത്ത് കളയാൻ തയ്യാറല്ല. അവൾ അതിനെന്താ ചെയ്യണത്? ഡോക്ടറിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും. അപ്പോൾ ഡോക്ടറിന് എന്താ വ്യത്യാസം ഉണ്ടായത്?
ഡോക്ടർ ഉപരിപഠനത്തിന് സെൻഡ് ചെയ്യും വേറെ രാജ്യങ്ങളിലേക്ക്. അവിടെ നിന്ന് റിസൾട്ട് വരും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് റിസൾട്ട് വരണ കാലത്ത് ഇവൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താ കാര്യം? ടെസ്റ്റിന് വിടുമ്പോൾ സുമ്രാണ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തൈലം പൊക്കിളിന് താഴെ പെരട്ടും. അതാണ് വിശ്വാസ പ്രയോഗം. മനസ്സിലായില്ലേ? ഇതിലെന്ത് ചെയ്യും? ഉടമ്പടി കാശ് രൂപം ഇതൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുത്താണ് അവരോട്, അല്ലല്ല, അവരുടെ മനസ്സാക്ഷിക്ക് പരിശുദ്ധാത്മ നൽകിയിട്ട് അവർ ചെയ്യുന്ന പ്രയോഗവിധികളാണ്.